കോതമംഗലം താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ മുന്നണികൾക്ക് വിമതശല്യം തുടരും. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രമുഖരായ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇവരെ പിന്തിരിപ്പിക്കാനുള്ള നേതാക്കളുടെ ശ്രമം വിഫലമാവുകയായിരുന്നു. പിണ്ടിമന പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് UDFന് ശക്തരായ വിമത സ്ഥാനാർത്ഥികളുള്ളത്. 1-ാം വാർഡിൽ കോൺഗ്രസ് നേതാവ് സോവി കൃഷ്ണൻ മത്സരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 4-ാം വാർഡിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും CDS വൈസ് ചെയർപേഴ്സണുമായ മോളി ജോസഫാണ് വിമത സ്ഥാനാർത്ഥിയായുള്ളത്. 2ഇടത്തും കോൺഗ്രസ് പ്രതിനിധികളാണ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന 12-ാം വാർഡിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും INTUC നേതാവുമായ CD മുഹമ്മദാണ് വിമത പരിവേഷത്തിലുള്ളത്. ഇവിടെ BJPയുടെ മുൻ നേതാവ് സന്തോഷ് പത്മനാഭനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. കീരമ്പാറ പഞ്ചായത്തിൽ 2 സിറ്റിംഗ് മെമ്പർമാരാണ് UDFനെ വെല്ലുവിളിച്ച് രംഗത്തുള്ളത്. വൈസ് പ്രസിഡന്റ് കൂടിയായ ബീന റോജോ 3-ാം വാർഡിലും VK വർഗീസ് 12-ാം വാർഡിലുമാണ് മത്സരിക്കുന്നത്. ഇരുവരെയും കേരള കോൺഗ്രസ് ജേക്കബിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ചിട്ടുണ്ട്. പല്ലാരിമംഗലം പഞ്ചായത്തിലെ 12-ാം വാർഡിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് മത്സരിക്കുന്നുണ്ട്. മത്സരരംഗത്ത് വന്നതിനെ തുടർന്ന് അബ്ബാസിനെ CPMൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വാരപ്പെട്ടി പഞ്ചായത്തിലെ 2-ാം വാർഡിൽ യൂത്ത് ഫ്രണ്ട് ജേക്കബ് ജില്ലാ സെക്രട്ടറി മാത്യൂസ് ഔസേഫ് UDF വിമതനായി മത്സരിക്കുകയാണ്. GTV ന്യൂസ്, കോതമംഗലം.